അടുത്ത കാലത്ത് ഏറ്റവും കൂടുതൽ ചർച്ച നടന്നത് ജോസ് കെ മാണിയുടെ പേരിലാണ്. ജോസ് കെ മാണി നേതൃത്വം നൽകുന്ന മാണി ഗ്രൂപ്പ് UDFിലേക്ക് പോകുമോ എന്നതിനെ പറ്റിയായിരുന്നു ചർച്ച. ന്യൂഡൽഹിയിൽ വെച്ച് ജോസ് കെ മാണി രാഹുൽ ഗാന്ധിയെയും KC വേണുഗോപാലിനെയും കണ്ടത് ചർച്ചയ്ക്ക് ആക്കം കൂട്ടി. പക്ഷേ ജോസ് കെ മാണി തന്നെ അത് തിരുത്തി തൻ്റെ സോഷ്യൽ മീഡിയയിലൂടെ അണികളെ അറിയിച്ചു. താൻ LDFിൻ്റെ ഭാഗമാണെന്നും തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിനും നിയമസഭാ തെരഞ്ഞെടുപ്പിനും LDFിനെ ശക്തിപ്പെടുത്താനുള്ള ശ്രമങ്ങളിൽ മുഴുകുമെന്നുമാണ് ജോസ് കെ മാണി എക്സിലൂടെ കുറിച്ചത്. എന്തായാലും ജോസ് കെ മാണിയുടെ കാര്യത്തിൽ അതോടെ UDFിന് ഒരു ധാരണ കിട്ടി. ജോസ് കെ മാണിയാണ് വിഘടിച്ചു നിൽക്കുന്ന കേരള കോൺഗ്രസിൽ ഏറ്റവും ശക്തിയുള്ള പാർട്ടിയുടെ തലവൻ. പാലാ നിയോജക മണ്ഡലത്തിൽ കഴിഞ്ഞ തവണ ജോസ് കെ മാണി അപ്രതീക്ഷിതമായി പരാജയപ്പെട്ടു മാണി സി കാപ്പനോട്. അത് CPM പ്രവർത്തകർ ചതിച്ചതാണെന്നുള്ള ഒരു ആരോപണം കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് അന്ന് ഉയർത്തിയിരുന്നു. എന്നാൽ ജോസ് കെ മാണി തൻ്റെ കീഴിൽ മത്സരിച്ച 5 സ്ഥാനാർത്ഥികളെ ജയിപ്പിച്ച് തങ്ങളുടെ പാർട്ടിയുടെ ശക്തി കാണിച്ചു കൊടുത്തു. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് മുമ്പ് ജോസ് കെ മാണി UDFിലേക്ക് ചേക്കേറും എന്ന രീതിയിൽ വലിയ തോതിൽ ചർച്ചകൾ നടന്നിരുന്നു. പക്ഷേ മാണി തന്നെ ആ ചർച്ചയ്ക്ക് വിരാമമിട്ടു. തങ്ങൾ LDFിൻ്റെ ഭാഗമാണെന്നും UDFിലേക്ക് പോകുന്ന പ്രശ്നമില്ലെന്നും ജോസ് കെ മാണി അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചു. ഇത്തവണ പാലയിലല്ല ജോസ് കെ മാണി നിൽക്കുന്നത്, മറിച്ച് കടുത്തുരുത്തിയിലാണ്. കടുത്തുരുത്തി പാലയേക്കാൾ ഷുവർ സീറ്റാണ് ജോസ് കെ മാണിക്ക് എന്നാണ് കണക്കുകൂട്ടൽ. മാണി ഗ്രൂപ്പിൻ്റെ ശക്തി കേന്ദ്രം കൂടിയാണ് കടുത്തുരുത്തി. അവിടെ നിരന്തരം ജയിക്കുന്ന മോൻസ് ജോസഫിനെ ജോസ് കെ മാണിക്ക് ഈസിയായി പരാജയപ്പെടുത്താൻ കഴിയും എന്നുള്ള വിശ്വാസം ജോസ് കെ മാണിക്ക് ഉണ്ട്. എന്തായാലും കടുത്തുരുത്തിയിലേക്ക് പ്രചരണം തുടങ്ങിക്കഴിഞ്ഞു ജോസ് കെ മാണി. കടുത്തുരുത്തിയിലെ പ്രമുഖരെയൊക്കെ കണ്ട് വോട്ട് ഉറപ്പിക്കുകയാണ് ജോസ് കെ മാണി. അണികളിൽ ഭൂരിപക്ഷത്തിനും UDF ചായ്വുണ്ട് എന്നുള്ളത് ശ്രദ്ധേയമാണ് മാണി ഗ്രൂപ്പിൽ. കാരണം അവർ കാലാകാലങ്ങളായി UDFിൻ്റെ നിന്ന കക്ഷിയാണ്. അതുകൊണ്ട് തന്നെ അണികളിൽ ഭൂരിഭാഗവും UDFിനോട് ആഭിമുഖ്യം പുലർത്തുന്നു. അത് മാറ്റിയെടുക്കാനാണ് ഇപ്പോൾ ജോസ് കെ മാണി ശ്രമിക്കുന്നത്. അതിനിടയിൽ വമ്പൻ ട്വിസ്റ്റ് സംഭവിച്ചിരിക്കുന്നു. മാണി സി കാപ്പൻ, പാലയിൽ നിന്ന് ജോസ് കെ മാണിയെ തോൽപ്പിച്ച മാണി സി കാപ്പൻ LDF നേതാക്കളുമായി ചർച്ച നടത്തിയിരിക്കുന്നു. മാണി സി കാപ്പൻ അടുത്തവണ പാലയിൽ നിന്നാൽ ജയിക്കുമെന്ന് ഒരു ഉറപ്പുമില്ല. നിഷ കെ മാണിയാണ് അവിടെ സ്ഥാനാർത്ഥിയെന്ന് കേൾക്കുന്നു. അങ്ങനെ വരുമ്പോൾ മാണി സി കാപ്പൻ തോറ്റുപോയാൽ അദ്ദേഹത്തിൻ്റെ കേരള ജനാധിപത്യ കോൺഗ്രസിൻ്റെ ശവദാഹം കൂടി കഴിയും. അത് ഉണ്ടാകാതിരിക്കാനാണ് മാണി സി കാപ്പൻ ഇപ്പോൾ ശ്രമിക്കുന്നത്. മാണി സി കാപ്പൻ LDFിലേക്ക് വരാൻ തയ്യാറാണ് എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. അങ്ങനെ വന്നാൽ മാണി സി കാപ്പന് ഒരു സീറ്റ് കൊടുക്കേണ്ടി വരും LDFിന്. പാലയിൽ തന്നെ മാണി സി കാപ്പനെ നിർത്താനുള്ള സാധ്യതയും ഉണ്ട്. എന്തായാലും മാണി സി കാപ്പൻ UDFിൽ നിന്നിട്ട് വലിയ ഗുണമൊന്നുമില്ലെന്ന് മനസ്സിലാക്കിയിരിക്കുന്നു. മാണി സി കാപ്പൻ കുറെ കാലമായി UDFിൻ്റെ ഭാഗമാണ്. പക്ഷേ UDFിൻ്റെ പ്രധാനപ്പെട്ട ചർച്ചകളിലൊന്നും മാണി സി കാപ്പൻ ഉൾപ്പെടുന്നില്ല. മാണി സി കാപ്പനെ UDF തഴയുന്നു. പാലയിൽ നേടിയ തിളക്കമാർന്ന ജയം പോലും മാണി സി കാപ്പന് UDFിൽ വീരോചിതമായ ഒരു സ്ഥാനം ലഭിക്കാൻ ആ വിജയത്തിൽ പോലും മാണി സി കാപ്പന് വീരോചിതമായൊരു സ്ഥാനം UDFിൽ ലഭിച്ചില്ല. NCPയുടെ ഭാഗമായിരുന്ന മാണി സി കാപ്പൻ NCPയുമായി പിണങ്ങിയാണ് കേരള ജനാധിപത്യ കോൺഗ്രസ് എന്ന പാർട്ടിക്ക് രൂപം നൽകിയത്. മാണി സി കാപ്പനും കേരള ജനാധിപത്യ കോൺഗ്രസും ഇനി എന്ത് ചെയ്യും എന്നുള്ള ഉദ്വേഗജനകമായ ഒരു ചോദ്യമാണ് അവശേഷിക്കുന്നത്. മാണി സി കാപ്പനെ എടുക്കാൻ LDFിന് വിമുഖതയില്ല. കാരണം ഒരു കാലത്ത് LDFിൻ്റെ ഭാഗമായിരുന്നു മാണി സി കാപ്പൻ. മാണി സി കാപ്പൻ പാലയിൽ പലതവണ മത്സരിച്ചിട്ടുണ്ട്. മാണിയുടെ മരണശേഷം നടന്ന ഉപതെരഞ്ഞെടുപ്പിലാണ് മാണി സി കാപ്പൻ ജയിച്ചു കയറിയത്. കഴിഞ്ഞ തവണ കോൺഗ്രസിൻ്റെ ഭാഗമായി നിന്ന മാണി സി കാപ്പൻ പാലയിൽ ജോസ് കെ മാണിയെ തോൽപ്പിച്ചത് വലിയ സംഭവമായി മാറി. പടനായകൻ വീണിട്ടും പടയാളികൾ ജയിച്ചിട്ടും പടനായകൻ വീണ അവസ്ഥയായി കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിന്. എന്തായാലും മാണി സി കാപ്പൻ LDFിൻ്റെ പ്രമുഖ നേതാക്കളുമായി നിരന്തരം ചർച്ച നടത്തുന്നു എന്ന വാർത്തയാണ് പൊളിറ്റിക്സ് കേരള എക്സ്ക്ലൂസീവായി പുറത്ത് വിടുന്നത്. മാണി സി കാപ്പൻ LDFിൽ എത്തിയാൽ LDF അതിനെ സ്വാഗതം ചെയ്യും എന്ന് മാത്രമല്ല, പാലാ സീറ്റോ കുട്ടനാട് സീറ്റോ മാണി സി കാപ്പന് നൽകുകയും ചെയ്യും.
കുട്ടനാട് CPM പിടിച്ചെടുക്കാൻ ആലോചിക്കുകയാണ്. പക്ഷേ മാണി സി കാപ്പനെ പോലെ ഒരു ജനകീയനായ തലപ്പൊക്കമുള്ള ഒരു സ്ഥാനാർത്ഥി വന്നാൽ തീർച്ചയായും LDF അതിനനുസരിച്ചുള്ള തന്ത്രങ്ങൾ മെനയും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല.